ചായക്കട പ്രണയം ഭാഗം 7. സമയം 7:05. ശ്രീലക്ഷ്മി വന്നില്ല. 7:15. ആരും വന്നില്ല. 7:30. ബാബു പതിയെ കടയുടെ ബോർഡ് ഊരിയെടുത്തു. ശ്രീലക്ഷ്മി സ്പെഷ്യൽ ചായ എന്ന് റെഡ് പെയിന്റ് കൊണ്ട് എഴുതിയ ബോർഡ്. അവൻ അതിലേക്ക് നോക്കി നിന്നു. ഒരു തുള്ളി കണ്ണുനീർ ആ ബോർഡിലേക്ക് വീണു. രാമേട്ട, ബാബുവിന്റെ ശബ്ദം കേൾക്കാനില്ല. എന്തട മോനെ, അവൾ ഇനി വരില്ലേ? രാമേട്ടന് മറുപടിയില്ല. അയാൾ ബാബുവിന്റെ തോളിൽ തട്ടി. ചായ അടുപ്പ് ഓഫ് ചെയ്യടാ, ഇന്ന് കട കൂട്ടാം. ബാബു അനുസരണയുള്ള കുട്ടിയെ പോലെ അടുപ്പ് ഓഫ് ചെയ്തു. ഷട്ടർ പകുതി താഴ്ത്തി. അന്ന് മുഴുവൻ ബാബു കട തുറന്നില്ല. ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ 7 മണിക്ക് ഒരു ചായയും 2 പരിപ്പടയും കാത്ത് ഒരു ചായക്കട അടഞ്ഞു കിടന്നു. ഉള്ളിൽ ഒരു 30കാരൻ, പുറത്ത് മൂക പെണ്ണ് എന്ന് വിളിച്ച് സമൂഹം നടുക്ക് 2 വർഷത്തെ മൗനം. ഗുരുവായൂർ ബസ് സ്റ്റാൻഡ്. പിറ്റേ ദിവസം രാവിലെ 7 മണി. പതിവില്ലാത്ത നിശബ്ദത. ബാബു കടയുടെ ഷട്ടർ പകുതി അടഞ്ഞു കിടക്കുന്നു. അടുപ്പിൽ തീയില്ല, ചായയുടെ മണമില്ല, പരിപ്പടയുടെ ചടപട ശബ്ദമില്ല. ബോർഡ് ഒഴി മാറ്റിയിട്ടുണ്ട്. ശ്രീലക്ഷ്മി സ്പെഷ്യൽ ചായ. റെഡ് പെയിന്റിലെ അക്ഷരങ്ങൾക്ക് മുകളിൽ പൊടി പിടിച്ചു കിടക്കുന്നു. കടയുടെ തിണ്ണയിൽ ബാബു ഇരിക്കുന്നു. താടി വളർന്നു, കണ്ണു കുഴിഞ്ഞു. ഒരാഴ്ചയായി ഉറക്കുന്നില്ല, ഭക്ഷണമില്ല. ശ്രീലക്ഷ്മി വന്നിട്ട് 7 ദിവസം. അമ്മ വസന്ത വന്ന് വഴക്ക് പറഞ്ഞു പോയതിന്റെ പിറ്റേന്ന് മുതൽ അവൾ വന്നിട്ടില്ല. 7 മണിക്ക് ബാബു കട തുറന്നു വെക്കും. 7:05, 7:10, 7:30. ഓരോ മിനിറ്റും ഒരു യുഗം പോലെ റോഡിലേക്ക് നോക്കി നോക്കി കണ്ണു കഴിച്ചു. പക്ഷേ ആ ഇളം മഞ്ഞ സാരിക്കാരി വന്നില്ല. ആ പിങ്ക് ഡയറി വന്നില്ല. ബാബു മോനെ, രാമേട്ടൻ ഒരു കട്ടൻ ചായയുമായി വന്നു. ഇത് കുടിക്ക്. 3 ദിവസമായി നീ ഒന്നും കഴിച്ചിട്ടില്ല. ബാബു തലയാട്ടി. വേണ്ട എന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഡാ, ഇങ്ങനെ ഇരുന്നാൽ നീ ചാകും. ആ പെങ്കൊച്ചു വരും. അവിടെ അമ്മ വഴക്ക് പറഞ്ഞതല്ലേ, 2 ദിവസം കഴിഞ്ഞ് എല്ലാം ശരിയാവും. രാമേട്ടൻ ആശ്വസിപ്പിച്ചു. ബാബു പതിയെ ചിരിച്ചു. ഒരു ചത്ത ചിരി. രാമേട്ട, അവൾക്ക് ശബ്ദമില്ല. പക്ഷെ അവൾ വരില്ല എന്ന് പറയാൻ പോലും പറ്റില്ല. ഞാൻ എങ്ങനെ അവൾക്ക് വരില്ല എന്ന് പറയാൻ പോലും പറ്റില്ല. ഞാൻ എങ്ങനെ അറിയാനാ? ഡയറിയിൽ എഴുതി തരാൻ പോലും അവളെ അമ്മ സമ്മതിക്കില്ല. കടയിലെ സ്ഥിരം കസ്റ്റമർ വരുന്നുണ്ട്, പക്ഷെ ചായ കിട്ടാതെ തിരിച്ചു പോകുന്നു. ബാബു, എന്താ ചായ അടിക്കാത്തെ? ഒരു കിളി ചോദിച്ചു. അവന്റെ 7 മണിക്കാരി വരാത്തതിന് സങ്കട. വേറൊരുത്തൻ, പാവം, പ്രേമം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ചായക്കട പൂട്ടിപ്പോകും. 3ാമൻ, ആരും കളിയാക്കിയില്ല. എല്ലാവർക്കും സങ്കടം. 2 വർഷമായി ബാബുവിന്റെ പ്രേമം ബസ് സ്റ്റാൻഡ് മുഴുവൻ കണ്ടതാ. ശ്രീലക്ഷ്മി മിണ്ടില്ലെങ്കിലും അവളുടെ വരവ് എല്ലാവർക്കും ഒരു ശീലമായിരുന്നു. 7 മണിക്ക് അവൾ വരുമ്പോൾ ബാബുവിന്റെ മുഖത്ത് ചിരി കാണാൻ വേണ്ടി മാത്രം ചായ കുടിക്കാൻ വരുന്നവരുണ്ട്. ഡേ 4. ബാബു ഡയറി എടുത്തു. ശ്രീലക്ഷ്മി അവസാനം എഴുതി തന്ന പിങ്ക് ഡയറി. അതിലാകെ 3 പേജ് മാത്രം. ഗുഡ് മോർണിംഗ് ബാബുവേട്ടാ. 2 പരിപ്പോട മതി, പഞ്ചസാര കൂട്ടിയ ചായ. അമ്മ സംസാരിക്കാമെന്ന് പറഞ്ഞു ബാബുവേട്ടാ. നമ്മൾ ജയിച്ചു. ബാബു ആ 3ാമത്തെ വരി 1000 തവണ വായിച്ചു. നമ്മൾ ജയിച്ചു. ഇല്ല മോളെ, നമ്മൾ തോറ്റു. ബാബു ഡയറിയോട് പറഞ്ഞു. അമ്മ ചതിച്ചു. സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നിന്നെ പൂട്ടി വെച്ചു. ഡേ 7. സുരേഷേട്ടൻ ഓടി വന്നു. ഡാ ബാബു, ഞാൻ അന്വേഷിച്ചു. ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ പോയി. അവളുടെ അമ്മ എന്നെ ആട്ടി പുറത്താക്കി. എന്റെ മോളെ കാണാൻ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു. പക്ഷേ ജനലിലൂടെ ഞാൻ കണ്ടു. അവൾ കരയുന്നു ബാബു. ഒരു മൂലയിലിരുന്ന് ഡയറി കെട്ടിപ്പിടിച്ച് കരയുന്നു, ശബ്ദമില്ലാതെ. ബാബു ചാടി എഴുന്നേറ്റു. 7 ദിവസം കൂടി ആദ്യമായി എഴുന്നേറ്റു. ചേട്ടാ, അവൾക്ക് എന്നെ കാണണോ? അറിയില്ലടാ, പക്ഷെ അവൾക്ക് സുഖമില്ല, ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ് അയൽക്കാർ പറയുന്നത്. ബാബുവിന്റെ കണ്ണു നിറഞ്ഞു. അവൻ ഷട്ടർ മുഴുവൻ അടച്ചു. കടയുടെ മുന്നിൽ ഒരു കടലാസ് ഒട്ടിച്ചു. അസുഖം. കട തുറക്കുന്നില്ല. അസുഖം ശരീരത്തിനല്ല, മനസ്സിനാ. പ്രേമരോഗം. ബസ് സ്റ്റാൻഡ് മുഴുവൻ ഒരു ശൂന്യത. 7 മണിക്ക് ആർക്കും ചായയില്ല. പക്ഷെ അതിലും വലിയ ശൂന്യത ബാബുവിന്റെ നെഞ്ചില. 2 പരിപ്പടം ഉണ്ടാക്കാൻ ആളില്ലാതെ, പഞ്ചസാര കൂട്ടിയൊന്ന് ചോദിക്കാൻ ആളില്ലാതെ, സ്മൈൽ ഇടാൻ ആളില്ലാതെ. രാത്രി ബാബു ഉറങ്ങാതെ കിടന്നു. മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന, ദൈവമേ, അവളെ ഒന്ന് കാണിച്ചു തരണേ. അവൾ സുഖമായി ഇരിക്കുന്നു എന്ന് ഒന്ന് അറിയിച്ചാൽ മതി. ഞാൻ പിന്നെ ശല്യം ചെയ്യില്ല. അവൻ അറിയില്ലായിരുന്നു 10 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വീട്ടിൽ ശ്രീലക്ഷ്മി അവരുടെ ഡയറിയിൽ ഇങ്ങനെ എഴുതുകയായിരുന്നു എന്ന്. ബാബുവേട്ടാ, കട തുറക്കൂ. എനിക്ക് ചായ വേണം, പഞ്ചസാര കൂടുതൽ. നിങ്ങളില്ലാതെ എനിക്ക് അവിടെ പറ്റില്ല, പ്ലീസ്. പക്ഷെ ആ പേജ് കയറി പോസ്റ്റ് ചെയ്യാൻ അവൾക്ക് പറ്റിയില്ല. കാരണം അമ്മ ഡയറിയും പെന്നും പിടിച്ചു വാങ്ങി വെച്ചിരുന്നു. ശ്രീലക്ഷ്മിയുടെ വീട്. ഹോളിൽ വസന്ത കരയുന്നു. മുന്നിൽ ഒരു 35കാരൻ ഇരിക്കുന്നു. പേര് ജയൻ, ഗൾഫിൽ അക്കൗണ്ടന്റ്. ശ്രീലക്ഷ്മിക്ക് ആലോചിച്ച ചെക്കൻ. കൂടെ അവന്റെ അച്ഛനും അമ്മയും. ജയന്റെ അച്ഛൻ, വസന്തേ, ഞങ്ങൾക്ക് നിങ്ങളുടെ മോളെ ഇഷ്ടമായി. മൂകയാണെങ്കിലും കുഴപ്പമില്ല. എന്റെ മോൻ നല്ലവനാ, നോക്കിക്കോളും. പക്ഷേ, വസന്ത തേങ്ങി. പറഞ്ഞോളൂ, എന്താ പക്ഷേ? ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ വേണം. ശ്രീധനമല്ല, ഗിഫ്റ്റ് ആണ്. ഗൾഫിൽ ഫ്ലാറ്റ് എടുക്കാനാ. നിങ്ങൾ തന്നാ മതി. കല്യാണം അടുത്ത മാസം നടത്താം. 10 ലക്ഷം. വസന്തയുടെ നെഞ്ചുപൊട്ടി. ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായി. തയ്യൽ മെഷീൻ തിരിക്കും. കിട്ടുന്ന പൈസ കൊണ്ടാണ് മോളെ വളർത്തിയത്. ബാങ്ക് ബാലൻസ് 32,000 രൂപ.
സ്വർണം 2 പവൻ, വീട് പഴയ ഓടിത്ത വീട്. 10 ലക്ഷമോ? ഞങ്ങളുടെ കയ്യിൽ അത്രയും ഇല്ല മോനെ. വസന്ത കൈകൂപ്പി. ജയ മുഖം കറുപ്പിച്ചു. അപ്പൊ എങ്ങനെയാ? ക്യാഷ് ഇല്ലാതെ എങ്ങനെ കല്യാണം? എന്റെ ഫ്രണ്ട്സ് എല്ലാം 20 ലക്ഷം 30 ലക്ഷം വാങ്ങിയാ കിട്ടിയത്. 10 ലക്ഷം പോലും ഇല്ലെങ്കിൽ. ജയന്റെ അമ്മ. അല്ല വസന്തേ, മൂകയായ പെണ്ണിനെ കെട്ടാൻ വേറെ ആരും വരില്ല. ഞങ്ങൾ മനസ്സറിഞ്ഞിട്ട് വന്നതാ. നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. മൂകയായ പെണ്ണ്. ആ വാക്ക് അടുക്കളവാതിലിന്റെ പിറകിൽ നിന്ന് കേട്ട ശ്രീലക്ഷ്മിയുടെ നെഞ്ചി തറച്ചു. അവൾ ഓടി മുറിയിൽ കയറി കതകടച്ചു. ശബ്ദമില്ലാതെ അലറി കരഞ്ഞു. ഞാനൊരു ഭാരമാണോ? എന്നെ വിൽക്കാനാണോ 10 ലക്ഷം? പുറത്ത് വസന്ത് ജയന്റെ കാൽ പിടിച്ചു. മോനെ, 2 ലക്ഷം തരാം. എന്റെ കയ്യിലുള്ള സ്വർണം വിറ്റിട്ട്. പ്ലീസ് മോനെ, എന്റെ മോളെ കൈവെടിയരുത്. അവൾക്ക് വേറെ ആരുമില്ല. ജയൻ കാൽ വിരിച്ചു. 2 ലക്ഷമോ? ഓട്ടോയ്ക്ക് CNG അടിക്കാൻ പോലും തികയില്ല. 10 ലക്ഷമില്ലെങ്കിൽ കല്യാണമില്ല. വി ആർ ലീവിങ്. അവർ എഴുന്നേറ്റ് പോയി. വസന്ത തറയിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ദൈവമേ, ഞാൻ എന്തു തെറ്റ് ചെയ്തു? എന്റെ മോൾക്കൊരു ജീവിതം കൊടുക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത്. ഒരാഴ്ച മുമ്പ് പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് ഒരു ചായക്കടക്കാരൻ പറഞ്ഞത്, എനിക്ക് സ്ത്രീധനം വേണ്ട, അവളെ മതി, ഞാൻ നോക്കിക്കോളാം. വസന്തയുടെ കരച്ചു നിന്നു. അവർ പതിയെ തല ഉയർത്തി. മനസ്സിലൊരു മിന്നൽ. ബാബു. അവൻ ചോദിച്ചില്ല. 10 ലക്ഷം ചോദിച്ചില്ല. 2 പവൻ ചോദിച്ചില്ല. അവൻ ചോദിച്ചത് അവളെ മതിയെന്ന് മാത്രം. ഞാൻ എന്ത് മണ്ടത്തരമാ കാണിച്ചത്? വസന്ത സ്വയം അടിച്ചു. സ്ത്രീധനം ചോദിക്കാതെ ഒരുത്തനെ ഞാൻ ആട്ടി പുറത്താക്കി. ഇപ്പൊ 10 ലക്ഷം ചോദിക്കുന്നവന്റെ കാല് പിടിക്കുന്നു. അവർ ഓടി മുറിയിലേക്ക് ചെന്നു. ശ്രീലക്ഷ്മിയുടെ കഥകൾ മുത്തി. മോളെ കഥക് തുറത്ത്. അമ്മയ്ക്ക് തെറ്റുപറ്റി മോളെ. ശ്രീലക്ഷ്മി കഥക് തുറന്നില്ല. വസന്ത കഥകൾ ചാരിയിരുന്നു. മോളെ, ആ ചായക്കടക്കാരൻ ബാബു, അവൻ നല്ലവനാ. അമ്മയ്ക്കിപ്പോ മനസ്സിലായി മോളെ. അവൻ 10 ലക്ഷം ചോദിച്ചില്ല. അവൻ നിന്നെ സ്നേഹിച്ചു. അമ്മ അന്ധമായി പോയി മോളെ. അകത്ത് ശ്രീലക്ഷ്മി കേൾക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് വിശ്വാസം വരുന്നില്ല. ഒരാഴ്ചയെ അവളെ പൂട്ടിയിട്ട അമ്മയാണ് ഇത്. വസന്ത പോക്കറ്റിൽ നിന്ന് പിങ്ക് ഡയറി എടുത്തു. ഒരാഴ്ച മുമ്പ് പിടിച്ചു വാങ്ങി വെച്ചത്. അവർ അത് കതകിന്റെ വിടവിലൂടെ അകത്തേക്ക് തള്ളി വെച്ചു. മോളെ, നിന്റെ ഡയറി ഇതിലേത്? ബാബുവിന് അയക്കാം, പോസ്റ്റ് ചെയ്യാം. അമ്മ സമ്മതിച്ചു. അകത്ത് നിശബ്ദത. ഇനി പതിയെ ഡയറി എടുക്കുന്ന ശബ്ദം. ഗുരുവായൂർ ബസ് സ്റ്റാൻഡ്. 10 ദിവസത്തിനു ശേഷം. ബാബു കട ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നു. ഷട്ടറിൽ പൊടി. ബാബു താടി മുടി വളർത്തി ഒരു പ്രേതം പോലെയായി. അവൻ കടയുടെ തിണ്ണയിൽ തന്നെ കിടക്കും. 7 മണിയാകുമ്പോൾ എഴുന്നേറ്റ് റോഡിലേക്ക് നോക്കും. ആരും വരില്ല. പിന്നെ വീണ്ടും കിടക്കും. രാമേട്ടൻ ദിവസം വന്ന് ഭക്ഷണം വെച്ചിട്ട് പോകും. ബാബു തൊടില്ല. ദാ മോനെ, ഇങ്ങനെയായാൽ നീ ചത്തുപോവും. ആ പെങ്കൊച്ചിനെ മറക്ക്, നാട്ടുകാർ പറഞ്ഞു. ബാബു ചിരിക്കും. മറക്കാനോ? ശ്വാസം മറക്കാൻ പറ്റുമോ രാമേട്ടാ? അവൾ എന്റെ ശ്വാസമാ. അന്ന് ഉച്ചയ്ക്ക് 2 മണി. ഒരു പോസ്റ്റ്മാൻ സൈക്കിളിൽ വന്നു. ബാബു ഉണ്ടോ ഇവിടെ? രജിസ്റ്റേർഡ് പോസ്റ്റ് ഉണ്ട്. ബാബു ഞെട്ടി എഴുന്നേറ്റു. 10 ദിവസത്തിനു ശേഷം അവന്റെ കണ്ണിലെ തിളക്കം. പോസ്റ്റ്? എനിക്കോ? ആരാ അയച്ചത്? പോസ്റ്റ്മാൻ പറഞ്ഞു. എൻ ശ്രീലക്ഷ്മി എന്ന് പേരുണ്ട്. സ്ഥലം ഇവിടെ അടുത്തു തന്നെ. ശ്രീലക്ഷ്മി. ബാബുവിന്റെ കൈ വിറച്ചു. അവൻ കവർ വാങ്ങി കീറി. അകത്തൊരു ഡയറി പേജ് മാത്രം. പിങ്ക് കളർ മഷി പടർന്ന കണ്ണീർ വീണൊരു പേജ്. അതിൽ എഴുതിയിരിക്കുന്നു. ബാബുവേട്ടാ, കട തുറത്ത്. എനിക്ക് ചായ വേണം. പഞ്ചസാര കൂടുതൽ വേണം. നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല. രാവിലെ 10 ദിവസമായി ഞാൻ ചത്ത പോലെ. അമ്മ സമ്മതിച്ചു. വേഗം വായേട്ടാ പ്ലീസ്. നിങ്ങളുടെ ശ്രീലക്ഷ്മി. ബാബു ആ വരി 100 തവണ വായിച്ചു. എന്നിട്ട് ആ പേജ് നെഞ്ചോട് ചേർത്ത് അലറിക്കരഞ്ഞു. 10 ദിവസത്തെ സങ്കടം മുഴുവൻ പുറത്തേക്ക്. ബസ് സ്റ്റാൻഡ് മുഴുവൻ കേൾക്കുന്ന പോലെ. രാമേട്ടാ, അവൾ എഴുതി. അവൾക്ക് ഞാൻ വേണമെന്ന്. അമ്മ സമ്മതിച്ചു എന്ന്. രാമേട്ടൻ ഓടി വന്നു. കത്ത് വായിച്ച് അയാളും കരഞ്ഞു. ഡാ മോനെ, ഞാൻ പറഞ്ഞില്ലേ അവൾ വരുമെന്ന്. ദൈവമുണ്ട്. ബാബു ചാടി എഴുന്നേറ്റു. 10 ദിവസം കൂടി ആദ്യമായി. അവൻ ഷട്ടർ മുഴുവൻ തുറന്നു. അടുപ്പിൽ തീ കത്തിച്ചു. അണ്ടാവ് നിറച്ച് വെള്ളം വെച്ചു. ഡാ, എല്ലാവരും വായു. ഇന്ന് ചായ ഫ്രീ അല്ല. ഇന്ന് വിജയ ചായ. 10 രൂപ വെച്ച് തരണം. കാരണം ഇന്നെന്റെ ജീവിതം തിരിച്ചിട്ടിയ ദിവസമാ. ബസ് സ്റ്റാൻഡ് മുഴുവൻ ആളുകൾ ഓടിക്കൂടി. എന്താടാ ബാബു, എന്തു പറ്റി? ബാബു ആ ഡയറി പേജ് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. കണ്ടോ, എന്റെ ശ്രീലക്ഷ്മി എഴുതി. നീ ഇല്ലാതെ എനിക്ക് രാവിലെ ഇല്ല എന്ന്. ഇതിൽ കൂടുതൽ എന്ത് വേണം? പിറ്റേന്ന് രാവിലെ 5 മണി. ബാബു കട മുഴുവൻ കഴുകി വൃത്തിയാക്കി. പുതിയ ബോർഡ്. ശ്രീലക്ഷ്മി ബാബു സ്പെഷ്യൽ ചായ, പഞ്ചസാര കൂടുതൽ. കട മുഴുവൻ മുല്ലപ്പൂ. അടുപ്പിൽ 2 അണ്ടാവ് ചായ, 50 പരിപ്പുവട. ബാബുവിന്റെ നെഞ്ച് പടപടായി ഇടിക്കുന്നു. 10 ദിവസം, 10 യുഗം. 7 മണി. ദൂരെ നിന്നൊരു ഓട്ടോ വരുന്നു. അതിൽ നിന്ന് വസന്ത ഇറങ്ങുന്നു. തിരകെ ശ്രീലക്ഷ്മി. ഇളം മഞ്ഞ സാരി. മുടി മുല്ലപ്പൂ വെച്ച് കെട്ടി. മുഖം ക്ഷീണിച്ചിട്ടുണ്ട്. കണ്ണ് കൊഞ്ഞിട്ടുണ്ട്. പക്ഷെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി. 10 ദിവസം കൂടി കാണുന്ന ചിരി. അവൾ പതിയെ നടന്നു വന്നു. ബാബുവിന്റെ മുന്നിൽ നിന്നു. അവളുടെ കയ്യിൽ പുതിയ പിങ്ക് ഡയറി. ബാബുവിന് മിണ്ടാൻ പറ്റിയില്ല. തൊണ്ടടഞ്ഞു. 10 ദിവസത്തെ വേദന, സന്തോഷം, സ്നേഹം എല്ലാം കൂടി. വസന്ത പതിയെ മുന്നോട്ട് വന്നു ബാബുവിന്റെ അടുത്ത്. എന്നിട്ട് അവന്റെ കൈ പിടിച്ചു. മോനെ, അമ്മയ്ക്ക് തെറ്റുപറ്റി. ക്ഷമിക്കണം.
നീയാണ് എന്റെ മോക്ക് ചേർന്നവൻ. ശ്രീധരൻ വേണ്ടാത്ത, എന്റെ മോളെ മോക എന്ന് വിളിക്കാത്ത, ശ്രീലക്ഷ്മി എന്ന് വിളിക്കുന്ന മോൻ. ബാബു കരഞ്ഞുകൊണ്ട് വസുവിന്റെ കാലിൽ വീണു. അമ്മേ, താങ്ക് യു അമ്മേ. വസന്ത ബാബുവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്റെ മോളെ നീ നോക്കിക്കോ. അവൾക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും അവളുടെ മനസ്സ് നിനക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. ശ്രീലക്ഷ്മി അപ്പോൾ ഡയറി തുറന്നു. ഒരു പേജ് കീറി ബാബുവിന് നേരെ നീട്ടി. അതിലെഴുതിയിരിക്കുന്നു: ബാബുവേട്ട, ഒരു ചായയും 2 പരിപ്പാടിയും പഞ്ചസാര കൂടുതലിട്ട് താഴെ ജീവിതം മുഴുവനും. ബാബു അത് വായിച്ച് പൊട്ടിച്ചിരിച്ചു. കരച്ചിലും ചിരിയും കൂടി കലർന്നു. അവൻ ഓടിച്ചെന്ന് ഏറ്റവും നല്ല ചായ അടിച്ചു. പഞ്ചസാര 4 സ്പൂൺ ഇട്ടു. 4 പരിപ്പടയും കൊടുത്തു. ഇന്ന മോളെ, നിന്റെ ജീവിതകാലം മുഴുവനുള്ള ചായ ബാബുവേട്ടൻ തരും. ശ്രീലക്ഷ്മി ചായ വാങ്ങി കുടിച്ചു. കണ്ണടച്ച് ആദ്യത്തെ സ്വീറ്റ്. ചായയുടെ സ്വീറ്റ് അല്ല, ജീവിതത്തിന്റെ സ്വീറ്റ്. ബസ് സ്റ്റാൻഡിൽ മുഴുവൻ ആളുകൾ കൈയടിച്ചു, വിസിലടിച്ചു. ബാബു, ശ്രീലക്ഷ്മി സൂപ്പർ. 10 ദിവസം അടഞ്ഞിരുന്ന ചായക്കട, 10 ദിവസം മിണ്ടാതിരുന്ന പ്രേമം ഇന്ന് തുറന്നു. പ്രേമത്തിന് ശബ്ദം വേണ്ട. ഒരു ഡയറി മതി, ഒരു പേജ് മതി, ഒരു പോസ്റ്റ് കാർഡ് മതി, മനസ്സ് മതി.